കൊപ്പര കൊപ്പര വീഡിയോ ഇറങ്ങാ ഞങ്ങൾ അങ്ങോട്ട് കേക്ക് അസ്സലാമു മോൾ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇപ്പോൾ ആ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീണ്ടും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് സെറ്റാക്കിയ പ്ലാനിങ് ആണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണല്ലോ എല്ലാതും നടക്കുക. കഴിയുന്നവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൂടിയതിൽ നിന്നും 2-3 ആൾക്കാർ ഇതിന് കുറവുണ്ട്. അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഇതുപോലെ കൂടുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കൂടാറുള്ളത്. അങ്ങനെ ആകുമ്പോ എല്ലാരും വീടും കാണും ചെയ്യും. ഞങ്ങൾ വന്നപ്പോത്തിന് ഇതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡായിരുന്നല്ലോ കത്തുപാട്ട്, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് മുളകൊക്കെ ഇട്ട് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് നമുക്കും അങ്ങനെ ചെയ്യാമെന്ന്. എന്നാൽ പിന്നെന്താ നമുക്കും റീൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാൻഡല എടുക്കാനായിട്ട് അവളെ തൊടുക്കിറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ റീലിൻ്റെ ക്യാമറമാൻ ഇതാ മുബഷിറാണ്. അവളെ വെട്ടുന്നത് എടുക്കാൻ കേട്ടോ. ഈ വർഷത്തെ ലാസ്റ്റത്തെ കത്തുപാട്ട് ഞങ്ങളുടെയായിരിക്കും. ആര് കേക്കണേ ഓളി കേക്കിനോട് ഇപ്പൊ വണ്ടാ നിക്കണേ. പൈപ്പാണെങ്കിൽ അൽക്കമല പോയി ആരാനോ ഞാൻ പോയി വിട്ടു. അത് ഓളന്നെ രക്ഷിയത് വരൂല വിചാരിച്ചതിനോളെ കാട്ടിന്റെ വെള്ളം ഒഴിക്കുന്നതിന് വരും. വീട് മാറില്ലേ ആ മതി മതി അല്ല ഞാൻ ചെറിയത് ഇട്ടാ മതി. നാളെ തണുപ്പത്ത് പോയാൽ തിന്നണ്ട
മുന്തിരി തൊള്ളിയിട്ടുണ്ട് ഇതാക്കാൻ പൂരാക്കി ഇപ്പോ മുന്തിരി ശരിയല്ല കൊപ്പര കൊപ്പര കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കേൾക്കുകയാണ്. ഒന്നും ചെയ്യാൻ മതി, ആ എരി കൊണ്ട് വാങ്ങി ആദ്യമായിട്ട് കിടങ്ങേണ്ട ഒരു വീഡിയോ ഒന്ന് എത്തണ്ടേ കിട്ടണമെങ്കിൽ. വാസന കൊണ്ടുവന്നതാണ് കാര്യമായിട്ട് പിന്നെ വേണ്ട. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര എരിവായിരുന്നു കേട്ടോ അവിടുത്തെ മുളകും പൊടി. പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, എങ്കിലും അതിന് നല്ല എരിവായിരുന്നു. പിന്നെ വീണ്ടും അത് കൊണ്ടുപോയി കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു റീലൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര ഓടി വന്നാലും ശരിയാവില്ല, അങ്ങനത്തെ വീണ്ടും ചെയ്യും. എന്തായാലും സംഭവം നല്ല രസമായിരുന്നു കേട്ടോ.
പിന്നെ ഞങ്ങൾ ഷവർമ്മൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അതെത്തിയപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരു വിധത്തിലാണ് ഞങ്ങൾ കഴിച്ച് തീർത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിന്. പിന്നെ ഇത് കൊടുന്നപ്പോൾ പിന്നെ അത് കഴിക്കാതിരിക്കാൻ വയ്യല്ലോ, പിന്നെ അതും കൂടി അകത്താക്കേണ്ടി വന്ന്. അങ്ങനെ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ 5-6 മാസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടിയത്. ഇനി ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരുമിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഓരോരുത്തരായിട്ട് അവർക്ക് ടൈമായപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ടായിനി. ഇത് വരുവോണ്ട് ഈ പേരൊക്കെ കണ്ടില്ലേ? എല്ലാവരും പോയി ലാസ്റ്റ് ഞാനും ജംഷറിയാണ് കേട്ടോ പോവാനുള്ളത്. അന്നേ പറഞ്ഞ സായിബാന്റെ പേര് എങ്ങനെ കാക്കി വെച്ചേ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവളെൻ്റെ മൂത്താപ്പാൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓളെ വീട്ടിലേക്ക് ഞാൻ പോയിട്ട് ഒത്തിരി നാളായി. ആ ഒരു പരാതിയാണ് കേട്ടോ ഓളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഏകദേശം മരുവിന് ബാങ്ക് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.